എങ്ങനെ നടന്നു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം. അത് മാത്രം അത്രയും ദൂരം നടക്കരുത്, അടുത്ത് നടക്കരുത്, കുറച്ച് ദൂരം നടക്കുക. കൈ ഇങ്ങനെ പൊക്കി നടക്കുക. ഇനി ഇവിടെ കഴിഞ്ഞാൽ കൈ ഈ രീതി പിടിക്കുക, മനസ്സിലായില്ലേ? നമ്മൾ ബോഡി ഇങ്ങനെ വരല്ലേ, നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് വശം കവർ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കൊണ്ട് വരിക. ഇൻ കേസ് ഒരു വാഹനം അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആ വാഹനം നമ്മുടെ കയ്യിലായിരിക്കും തട്ടുന്നത്. അതേ സമയം നമ്മൾ ബോഡി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ തട്ടാനുള്ള സാധ്യത ബോഡിയിലാണ്. സോ നമ്മൾ നടക്കുമ്പോൾ ഡ്രൈവറുടെ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ കൈ ഉയർത്തി നടക്കുക, വാഹനത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ നടക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ബാക്കി അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ എന്തെങ്കിലും സ്റ്റാറ്റസ് നോക്കാൻ അല്ലെങ്കിൽ കോൾ വിളിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുമ്പോൾ മൊബൈൽ എത്ര എടുക്കാറുണ്ട്. അപ്പോൾ സറൗണ്ടിങ്സിലുള്ള നിങ്ങളുടെ അറ്റൻഷൻ മാറും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ബെല്ലടിക്കുമ്പോൾ വാഹനം മുന്നോട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ സമയത്ത് ഫ്രണ്ടിൽ ആരെങ്കിലും പാസ് ചെയ്തോ നിങ്ങൾ അറിയില്ല. അപ്പോൾ നിങ്ങൾ സറൗണ്ടിങ്സ് ഒന്നും നോക്കുക, ചെറിയ വല്ലാണ്ട് ഫോൺ അടിക്കരുത്, ജസ്റ്റ് ഒന്ന് ഫോൺ അടിച്ച് വളരെ സ്ലോയിൽ വണ്ടി എടുക്കുക. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു വ്യക്തി ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ വണ്ടി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ക്രോസ് ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പം മുമ്പിൽ കൂടെ അല്ല പുറകിൽ കൂടെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുന്നോട്ട് എടുക്കുമ്പോഴും പുറത്തോട്ട് എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനം എടുക്കാൻ വേണ്ടി. ഹായ്, അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടോ? ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയിൽ കൂടുതൽ കണ്ടോ വാഹനങ്ങൾക്ക് പോവേണ്ട. ഇത് വൺ വേ അല്ല, അത് 2 വേ ആണ്. ഇതിൽ പകുതിയിൽ കൂടുതൽ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ഈ കുഴിയിൽ വീഴാതിരിക്കാനായിട്ട്. വണ്ടികൾക്ക് ഈ കുഴിയിൽ വീഴാതിരിക്കാനായിട്ട് ആ കുഴിയിൽ നിന്ന് വെട്ടിച്ച് സഞ്ചരിക്കുമ്പോൾ ബാക്കിലുള്ള വാഹനം അപകടമാവും. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ ഈ പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ അപകടമാവും. ഓക്കെ, ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് ഈ പറയുന്ന അതോറിറ്റീസിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ ആ അതോറിറ്റീസും കൂടിയിട്ട് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കൂ, വണ്ടികൾ പോകുന്ന അവസ്ഥ ആലോചിച്ചു, എങ്ങനെയാണ് പോകുന്നത്. അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായി. നമ്മൾ തന്നെ അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ മണലൊക്കെ കൊണ്ടിട്ടേക്കായിരുന്നു. ഇപ്പോൾ ആ മണലില്ല കേട്ടോ. അതായത് ജനങ്ങളുടെ ടാക്സ് അനാവശ്യമായിട്ട് താൽക്കാലികമായിട്ട് ചിലവഴിക്കുക. 5 ദിവസത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റിയാസ്, താങ്കളൊരു മന്ത്രിയല്ലേ? താങ്കളൊരു മന്ത്രിയല്ലേ? താങ്കൾ പബ്ലിക് സർവീസ് അല്ലേ താങ്കൾ ഹാൻഡിൽ ചെയ്യുന്നത്? താങ്കളുടെ കീഴെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. താങ്കൾക്ക് ആ തൊഴിൽ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തേക്ക് പോകാം. കഴിവുള്ളവർക്ക് കൊടുക്കുക. ഈഗോ വെച്ചിരുന്നിട്ട് കാര്യമില്ല. സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്താ പറയുക, മാസം സാലറിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് കൊടുക്കണം. നോക്കൂ, ആ വണ്ടികൾ പോകും, നോക്കൂ, കുഴിയിൽ വീഴാതിരിക്കാനായിട്ട്. താങ്കളുടെ കഴിവില്ലായ്മയാണത്. താങ്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കൂ, എന്നിട്ട് അർഹരായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കൂ. ജനങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങളാണ് വഞ്ചിതരാവുന്നത്. ഇതുപോലെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് ജനങ്ങളാണ് വഞ്ചിതരാവുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു പ്രാവശ്യം പോലും ഇവരെ വിജയിപ്പിക്കാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.